റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 2 വർഷമെത്തിയിട്ടും യുക്രൈന് നേരെ റോക്കറ്റുകൾ പായിച്ച് മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്ന റഷ്യയാണ് ഇത്രനാൾ കണ്ടുകൊണ്ടിരുന്നത്. ശക്തി കുറഞ്ഞ സൈന്യമെന്നും ആയുധബലമില്ലെന്നും ജാമവാന്റെ കാലത്തുള്ള ആയുധങ്ങളാണ് യുക്രൈൻ ഉപയോഗിക്കുന്നതെന്നുമൊക്കെ പറഞ്ഞ് റഷ്യൻ പക്ഷത്തുള്ള രാജ്യങ്ങൾ കളിയാക്കുന്നതും കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ പെട്ടെന്നാണ് കാറ്റ് മാറി വീശിയത്. യുക്രൈനെതിരെ യുദ്ധത്തിലിറങ്ങിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ലെന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുടെ പരിധിയിലുള്ള വലിയൊരു പ്രദേശം യുക്രൈൻ സൈന്യം കീഴടക്കിയിരിക്കുന്നു. കസ്കിൽ നിന്നും ബെൽഗോറാദ് മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് പൗരന്മാരോട് ഒഴിഞ്ഞുപോകാൻ റഷ്യയ്ക്ക് ആവശ്യപ്പെടേണ്ടി വന്നതുതന്നെ പുടിൻ സെലൻസ്കിയെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന് തെളിവാണ്. കസ്കിൽ നിന്ന് 102 റഷ്യൻ സൈനികർ യുക്രൈനിന്റെ പിടിയിലാവുകയും ചെയ്തു. അവിടെ ഒരു മിലിറ്ററി കമാൻഡ് ഓഫീസും യുക്രൈൻ ആരംഭിച്ചത് അമ്പരപ്പോടെയാണ് രാഷ്ട്രങ്ങൾ കാണുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ കീവ് ആക്രമിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ അതിർത്തി കടന്നുള്ള ആക്രമണമാണിതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അന്നത്തെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണിപ്പോൾ യുക്രൈൻ സൈന്യം നൽകിയിരിക്കുന്നത്. 2014 തുടക്കമിട്ട് 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തോടെ രൂക്ഷമായ യുക്രൈൻ റഷ്യ സംഘർഷം ഇതോടുകൂടി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. പടിഞ്ഞാറൻ റഷ്യയിലെ അതിർത്തി പ്രദേശമായ കസ്ക് മേഖലയ്ക്ക് തന്ത്രപ്രധാനമായും ചരിത്രപ്രധാനമായും ഏറെ പ്രാധാന്യമുണ്ട്. റഷ്യൻ പ്രദേശങ്ങൾ കീഴടക്കാനുള്ള യുക്രൈന്റെ തീരുമാനം നിലവിലെ സംഘർഷ രീതി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. 3 യുക്രൈൻ ബ്രിഗേഡുകളാണ് ഇപ്പോൾ റഷ്യൻ പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറുന്നത്. ഈ സംഘത്തിൽ 6000 മുതൽ 8000 വരെ സൈനികർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഓഗസ്റ്റ് 10 ശനിയാഴ്ച രാത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ സൈന്യം റഷ്യൻ പ്രദേശത്ത് പ്രവേശിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. റഷ്യയെ നാണം കെടുത്തിയ നീക്കമായിരുന്നു അത്. റഷ്യൻ പ്രദേശങ്ങളായ കസ്ക്, ബ്രയാൻസ്ക്, ബെൽഗോറാദ് എന്നിവിടങ്ങളിൽ അധികൃതർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്ര ധൈര്യത്തോടെ യുക്രൈൻ സൈന്യം മുന്നോട്ടു പോകുന്നതിൽ വളരെ ശക്തമായ ഏതോ ഒരു ശക്തിയുടെ പിൻബലം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കാം. അതിപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ യുക്രൈന് ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് UK പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതിന് പിന്നാലെയായിരുന്നു യുക്രൈന്റെ ഓപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. റഷ്യയുടെ നിയമവിരുദ്ധമായ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള അവകാശം യുക്രൈനുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും മന്ത്രാലയം പറയുമ്പോൾ ഈ ഓപ്പറേഷന് പിന്നിൽ ബ്രിട്ടനാണെന്ന് നിസ്സംശയം പറയാം. റഷ്യയുടെ യുദ്ധക്കളത്തിൽ ആന്റി ടാങ്ക് മിസൈലുകൾ, കവചങ്ങൾ, സൈനിക വാഹനങ്ങൾ, മറ്റ് UK നിർമ്മിത ആയുധങ്ങൾ എന്നിവ ഉപയോഗിക്കാമെന്നാണ് നയം വ്യക്തമാക്കുന്നത്. പക്ഷേ UKയുടെ സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈൻ പരിധിക്കപ്പുറം ഉപയോഗിക്കാനാകില്ല. ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈന് അതിർത്തിക്കുള്ളിൽ മാത്രമാണ് പ്രയോഗിക്കാനാകുക. റഷ്യക്കെതിരായ യുക്രൈന്റെ അപ്രതീക്ഷിത ആക്രമണം നടന്നിട്ട് 10 ദിവസം പിന്നിടുകയാണ്. റഷ്യൻ മേഖലയായ കസ്കിൽ 30 കിലോമീറ്ററോളം യുക്രൈൻ സൈന്യം എത്തിക്കഴിഞ്ഞു. എന്നാൽ യുക്രൈന്റെ നീക്കം പ്രകോപനപരമായ ഒന്നാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് അതിർത്തി ജില്ലയായ ബെൽഗോറോഡിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അതിനിടെ റഷ്യ തൊടുത്ത 29 ഡ്രോണുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ ആക്രമണത്തിന് കാര്യമായ ആഘാതം സൃഷ്ടിക്കാനായിട്ടില്ലെന്നാണ് യുക്രൈൻ അധികൃതർ പറയുന്നത്. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആളപായം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ലെന്നും കീവ്, പോൾട്ടാവ, കിരോവോഗ്രാദ് എന്നീ മേഖലകളിലെ ഗവർണർമാരും പ്രതികരിച്ചിട്ടുണ്ട്.